ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സേഫേഴ്സ് മലയാളം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഓണവും കാര്യങ്ങളും കാരണം കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഗോയിങ് ഫോർവേഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു സേഫേഴ്സ് മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെയിൽസ്ഫോഴ്സിലെ ഒബ്ജക്റ്റുകളെ കുറിച്ചും ആ ഒബ്ജക്റ്റുകളുടെ റിലേഷൻസിനെ കുറിച്ചുമാണ്. ഇതൊരു സജഷൻ വീഡിയോ ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്ത അനുസരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ ടോപ്പിക്സുകൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് സെയിൽസ്ഫോഴ്സ് ഒബ്ജക്റ്റ്? അതുപോലെ തന്നെ നമ്മൾ എന്തിന് സെയിൽസ്ഫോഴ്സ് ഒബ്ജക്റ്റുകളെ പരസ്പരം കണക്ട് ചെയ്യിക്കണം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ് ആണ് ശരിക്കും ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. സെയിൽസ്ഫോഴ്സിൽ രണ്ട് തരം ഒബ്ജക്ട്സുകളുണ്ട്: സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സ്, മറ്റൊന്ന് കസ്റ്റം ഒബ്ജക്ട്സ്. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് സെയിൽസ്ഫോഴ്സ് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്ട്സുകളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം അക്കൗണ്ട്, ഓപ്പർച്യൂണിറ്റീസ്, ലീഡ്സ്, കോണ്ടാക്ട്സ്, ഇതൊക്കെ തന്നെ സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സുകളാണ്. ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റെതായുള്ള പർപ്പസ് ഉണ്ട് എന്ന് വെച്ച് ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ സെയിൽസ്ഫോഴ്സിലെ ഒബ്ജക്റ്റുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് എന്താണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിനെയും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി എന്താണ് കസ്റ്റം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെയിൽസ്ഫോഴ്സ് തന്നിരിക്കുന്ന ഡീഫോൾട്ട് ആയിട്ടുള്ള ഈ ഒബ്ജക്റ്റുകൾക്കൊന്നും തന്നെ നമ്മുടെ ബിസിനസ് റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് നമ്മുടേതായിട്ട് സ്വന്തമായിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്തരം ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ കസ്റ്റം ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒബ്ജക്റ്റുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് അക്കൗണ്ടിനെ ഓപ്പർച്യൂണിറ്റി, കോൺടാക്ട്, ലീഡ്സും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കണക്ഷൻ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് ഫസ്റ്റ് നമുക്ക് സെയിൽസ്ഫോഴ്സിലോട്ടൊന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെയിൽസ്ഫോഴ്സ് ഓർഗ്. അപ്പോൾ ഈ ഓർഗിനകത്തുള്ള മുഴുവൻ ഒബ്ജക്റ്റുകളെയും നമുക്ക് ആക്സസ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 9 ഡോട്ട്സ് കാണാമല്ലോ. ഇതിനെയാണ് നമ്മൾ ആപ്പ് ലോഞ്ചർ എന്ന് വിളിക്കുന്നത്. ഈ ആപ്പ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ ആക്സസ് ചെയ്യേണ്ടത് അവിടെ നിന്ന് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ അക്കൗണ്ട് ആണ് വേണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് കാണാം. അതല്ല, ഇതിനകത്തുള്ള എല്ലാ ഓർഗനെയും കാണാൻ നമുക്ക് വ്യൂ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത്, അതായത് നമ്മുടെ ഓർഗിനകത്തുള്ള ആപ്ലിക്കേഷൻസിന്റെ ലിസ്റ്റാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഓൾ ഐറ്റംസിനകത്ത് കണ്ടല്ലേ, അക്കൗണ്ട്സ് മുതൽ ഇതിനകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളുടെയും ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. അതായത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓരോ ഒബ്ജക്റ്റുകളും ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതായത് സെയിൽസ്ഫോഴ്സ് എപ്പോഴും ഒരു ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒബ്ജക്ട്സുകൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ബിസിനസ്സിന് എന്ത് റിക്വയർമെന്റ് ആണ് വേണ്ടത്, ഏത് തരത്തിൽ ആ ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്യിക്കണം എന്നതനുസരിച്ച് നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് ചില ഒബ്ജക്റ്റുകൾ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്താണ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് അക്കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ടോ ആയിരിക്കുമല്ലോ ബിസിനസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആരായിട്ടാണോ ബിസിനസ് ഡീൽ ചെയ്യുന്നത് അവരാണ് നമ്മുടെ അക്കൗണ്ട്. ഓക്കെ, സപ്പോസ് നമ്മൾ ചിലപ്പോൾ ഒരു വലിയ MNC കമ്പനി ആയിട്ടായിരിക്കാം നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ പേരായിരിക്കും നമ്മൾ അക്കൗണ്ടായിട്ട് രേഖപ്പെടുത്തുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആയിട്ടായിരിക്കും നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരായിരിക്കും നമ്മൾ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരുമായിട്ടാണോ ബിസിനസ്സിൽ ഏർപ്പെടുന്നത് അവരെയാണ് നമ്മൾ അക്കൗണ്ടിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ അക്കൗണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ അക്കൗണ്ട്സ് എല്ലാം നമ്മൾ സെയിൽസ്ഫോഴ്സിൽ, ഇതൊരു ഡെവലപ്മെന്റ് ഓർഗ് ആയതുകൊണ്ട് ഈ ഡെവലപ്മെന്റ് ഓർഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, സ്റ്റഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് സെയിൽസ്ഫോഴ്സ് തന്നിരിക്കുന്ന കുറച്ച് റെക്കോർഡാണ്, സാമ്പിൾ റെക്കോർഡ്സ് ആണ്. ഒരു 10-15 റെക്കോർഡ്സ് നമുക്ക് ഓൾറെഡി തരും. നമുക്ക് കൂടുതലായിട്ട് റെക്കോർഡ്സ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ന്യൂ എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെക്കോർഡ്സിന് നമുക്ക് കാണാനും പറ്റും. നമുക്ക് തൽക്കാലം ഏതെങ്കിലും ഒരു റെക്കോർഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. തൽക്കാലം ഞാൻ ഇവിടുന്ന് എഡ്ജ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന റെക്കോർഡ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ റെക്കോർഡ് നമുക്ക് സെയിൽസ്ഫോഴ്സ് സ്റ്റഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. നമുക്കിത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് എന്ത് ചേഞ്ചസ് വേണമല്ലോ ഇതിൽ വരുത്താം. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനകത്ത്, ഈ ഒരു റെക്കോർഡിനകത്തുള്ള ഡേറ്റ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ കാണുന്ന അക്കൗണ്ട് ഓണേഴ്സ്, റേറ്റിംഗ്, ഫോൺ, അക്കൗണ്ട് നെയിം, പേരന്റ് അക്കൗണ്ട്, ഫാക്സ്, ഈ കാണുന്ന ഈ ഇത് കാണില്ലേ, ഇതിനെയാണ് നമ്മൾ ഫീൽഡ്സ് എന്ന് പറയുന്നത്. ഈ ഫീൽഡിനകത്തായിരിക്കും നമ്മുടെ ഡേറ്റ ഓക്യുപ്പൈ ചെയ്യുന്നത്. ഫോൺ എന്ന് പറയുന്ന ഒരു ഫീൽഡിനകത്താണ് നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ഫാക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിനകത്താണ് നമ്മുടെ ഫാക്സ് നമ്പർ ആഡ് ചെയ്തിരിക്കുന്നത്. വെബ്സൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിനകത്താണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഡേറ്റ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനകത്ത് ഒരു ഫീൽഡിനകത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഈ റെക്കോർഡ് ഒന്ന് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കിവിടെ ഈ ഒരു ടോപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പണന്റ് കാണാൻ പറ്റും. അതിനകത്ത് ചില ഫീൽഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ കോമ്പാക്ട് ലേഔട്ട് ഫീൽഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന ഫീൽഡ്സിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹൈലൈറ്റഡ് പാനലിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഈ കാണുന്നതാണ് നമ്മുടെ ഹൈലൈറ്റ് പാനൽ. ഇതിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണേണ്ട ഫീൽഡ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിന് തൊട്ട് താഴെ നമുക്ക് ഡീറ്റെയിൽ ടാബ് കാണാം. ഇതിനകത്താണ് ഈ റെക്കോർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റയർ ഡേറ്റ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ആക്ടിവിറ്റി ടാബ് ഉണ്ട്, ഒരു ചാറ്റർ ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഒബ്ജക്ട്സുകളെ നമുക്ക് റിലേറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടാബിൽ കാണാൻ പറ്റും. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഡ്ജ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് റെക്കോർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 കോണ്ടാക്റ്റുകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്ട് ഓപ്പൺ ചെയ്താൽ, ഈ ഒരു കോണ്ടാക്ട് ഞാൻ ഓപ്പൺ ചെയ്താലും ഇവിടുത്തെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ട് നെയിമിനകത്ത് എഡ്ജ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മെൻഷൻ ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ജസ്റ്റ് കഴ്സർ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് റിലേറ്റഡ് ഒബ്ജക്ട്സുകളും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കേസസ്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നോ അതിലധികമോ ഒബ്ജക്റ്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് കോൺടാക്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ പരിചയപ്പെടാം. കോൺടാക്ട് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് കോൺടാക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഒരു കമ്പനിയായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗൂഗിളുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്നു. അപ്പം ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടാണ്. എന്ന് വെച്ച് ഗൂഗിളിന്റെ CEO ഒന്നും അല്ലല്ലോ നമ്മളുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്നത്. മേ ബി അവിടെ നിന്ന് മറ്റ് സ്റ്റാഫ്സ് ആയിരിക്കും. അപ്പം നമ്മളോട് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പേരും അതുപോലെ തന്നെ ഒരു പൊസിഷനും ഒരു ടൈറ്റിലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സൂക്ഷിച്ചു വെക്കാനും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും അവരുടെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺടാക്ട്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കോൺടാക്റ്റിനെ നമ്മൾ ഈ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺടാക്ട് ചെയ്തൊക്കെയാണ് ഈസിലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്കൊരു കോൺടാക്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ സീൻ ഫോബ്സ് എന്ന് പറയുന്ന ഒരു കോൺടാക്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ പോലെ തന്നെയാണ് നമുക്ക് കാണാം. മുകളിൽ ഒരു ഹൈലൈറ്റഡ് പാനൽ ഉണ്ട്, ഇവിടെ ഡീറ്റെയിൽ ടാബ് ഉണ്ട്. ഡീറ്റെയിൽ ടാബിനകത്ത് ഈ കോൺടാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോൺസ്, ഹോം ഫോൺസ്, മൊബൈൽ ഫോൺസ്, അതർ ഫോൺസ്. കണ്ടില്ലേ? ഫോൺ നമ്പർ തന്നെ ഡിഫറെൻ്റ്ലി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാക്സ് നമ്പേഴ്സ്, ഇമെയിൽസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അതുപോലെ അവരുടെ മെയിലിംഗ് അഡ്രസ്സ്, അദ്ദേഹം യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്, അതുപോലെ അദ്ദേഹം ഏത് ലെവലിലുള്ള കോൺടാക്റ്റ് ആണ്, ഫസ്റ്റ് കോൺടാക്ട്, സെക്കൻഡറി കോൺടാക്ട് തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ആക്ടിവിറ്റി ടാബും അതുപോലെ തന്നെ ഒരു ചാറ്റർ ബോക്സും ഉണ്ട്. ഇനി ഈ കോൺടാക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിലേറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിയാൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ ഈ ഒരു കോൺടാക്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടില്ല. 2 കേസസ് ഈ ഒരു കോൺടാക്റ്റുമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കോൺടാക്ട് എന്താണെന്ന് മനസ്സിലായി. നമുക്കിനി അടുത്തൊരു ഒബ്ജക്റ്റ് നോക്കാം, ലീഡ്സ്. ലീഡ്സ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകളെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെയോ അതല്ലെങ്കിൽ ഒരു കമ്പനിയെയോ ആണ് നമ്മൾ ലീഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ആ പ്രോഡക്റ്റ് വിൽക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഉദ്ദേശം, അല്ലേ? അപ്പം നമ്മൾ വിൽക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അപ്പം നമ്മൾ ഈ പ്രോഡക്റ്റും കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ആളുകളും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങണമെന്നില്ല. അതായത് ഒരു 10 പേർക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴായിരിക്കും അതിൽ നിന്ന് ഒരാൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. അപ്പം ഈ 10 പേരെയാണ് നമ്മൾ ലീഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ലീഡ്സ് ആണ് പിന്നീട് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ആണ്. ഓക്കെ, നമുക്കിനി ഇതിനകത്തുനിന്ന് ഒരു ലീഡിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്കൊരു ലീഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ലീഡ് റെക്കോർഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം നേരത്തെക്കാളും വ്യത്യസ്തമായിട്ടൊരു കാര്യം എന്താണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് വന്നു. അതായത് നേരത്തെ ആക്ടിവിറ്റി ടാബ് ഒരു സൈഡിൽ കോർണറിലായിരുന്നു നമ്മൾ അക്കൗണ്ടിനകത്തും കോൺടാക്റ്റിനകത്തും കണ്ടെങ്കിൽ ഈ ആക്ടിവിറ്റി ടാബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഫീൽഡിൽ തന്നെ ലീഡിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് ലീഡ്സ് എന്നുള്ളത്. ലീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റോ സർവീസ് വാങ്ങാൻ സാധ്യതയുള്ള ആളുകളാണ് നമ്മുടെ ലീഡ്സ് എന്ന് പറയുന്നത്. അപ്പം അവരെ കൊണ്ട് ആ പ്രോഡക്റ്റ്സോ സർവീസ് വാങ്ങിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ബിസിനസിന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മൾ ഈ ആക്ടിവിറ്റി ടാബ് നോക്കിയാൽ ഇവിടുന്ന് ന്യൂ ടാസ്ക്, ലോഗ് എ കോൾ, സ്റ്റാർട്ട് എ ന്യൂ ഇവന്റ് ഓർ ഇമെയിൽ തുടങ്ങിയ ആക്ടിവിറ്റീസ്
ഓൾറെഡി ആഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാകാം. അപ്പോൾ എന്താണ് ക്യാമ്പയിൻസ് എന്ന് ഞാൻ പറയാം. അതായത് നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിനെ മറ്റുള്ളവരിലേക്ക്, അഥവാ നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതിൽ ഒന്നാമത്താണ് മാർക്കറ്റിംഗ്, അല്ലെ? നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം. പല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ TV ആഡ്സുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ആഡ്സ് കൊടുക്കാം. അതുപോലെ നമുക്ക് വെബിനാർ സംഘടിപ്പിക്കാം, നമുക്ക് സെമിനാർസുകൾ ഓപ്പൺ ചെയ്യാം. അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ പ്രോഡക്റ്റോ സർവീസ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെയും അതിൻ്റെ ഡേറ്റാസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പയിൻ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടുന്ന് മൈ ആക്റ്റീവ് ക്യാമ്പയിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് സാമ്പിൾ ക്യാമ്പയിൻസ് കാണാം. ഇവിടെ നോക്കുമ്പോൾ നേരത്തെ പോലെ ആക്ടിവിറ്റീസ് റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും ഈ ക്യാമ്പയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, എത്രത്തോളം ലീഡ്സ് ഈ ഒരു ക്യാമ്പയിനിലൂടെ നമുക്ക് ലഭിച്ചു. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്താണ് ക്യാമ്പയിൻ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചോ. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്കിലൂടെ നമ്മളുടെ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ സെല് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് എത്ര പേര് വരുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യണം. അതുപോലെ അതിൽ എത്ര പേര് ഈ ക്യാമ്പയിൻ കാരണം കൺവേർട്ടഡ് ആയിട്ടുണ്ട്, അതുപോലെ തുടങ്ങിയ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സ്റ്റാർട്ട് ഡേറ്റ്, എന്ന് മുതൽ എന്ന് വരെയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അതുപോലെ ഈ ക്യാമ്പയിൻ്റെ പേരെന്താണ്, ഓക്കെ, അത് ഏത് തരത്തിലുള്ള ക്യാമ്പയിൻ ആയിരുന്നു നമ്മൾ നടത്തിയത്. പലതരത്തിലുള്ള ക്യാമ്പയിൻസ് ഉണ്ട്, വെബിനാർസ് ഉണ്ട്, ട്രേഡ് ഷോസ് ഉണ്ട്, അതുപോലെ പബ്ലിക് റിലേഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ക്യാമ്പയിൻസ് ആണ്. ഇപ്പം ഇതെല്ലാം ഡീഫോൾട്ട് ആയിട്ട് സെയിൽസ്ഫോഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയാണ്. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ബഡ്ജറ്റ് ഉണ്ട് ഈ ഒരു ക്യാമ്പയിന് വേണ്ടി. അതായത് ക്യാമ്പയിൻ വെറുതെ നടത്താൻ പറ്റില്ലല്ലോ. നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനെല്ലാം പണം ചെലവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്, അതുപോലെ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എത്ര ആയിട്ടുണ്ട്, തുടങ്ങിയ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഈ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്യാമ്പയിനിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫസ്റ്റിൽ നമുക്ക് ലീഡ്സിനെ കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, വെബിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നു. നമ്മുടെ പ്രോഡക്റ്റോ സർവീസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ലീഡ്സിനെ കിട്ടുന്നു. ഈ ലീഡ്സുമായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നു, അവർക്ക് ഇമെയിൽസ് അയക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് കോൾ ചെയ്യുന്നു, അവരുമായിട്ട് നമ്മൾ നമ്മുടെ ഡീലിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. ആൻഡ് ഫൈനലി അവർ നമ്മുടെ പ്രോഡക്റ്റോ സർവീസിനകത്തോട്ട് അട്രാക്റ്റഡ് ആവുകയും അവർ നമ്മളോട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഈ ലീഡ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കിക്കോ, ഇവിടെ ഞാൻ ടോം ജെയിംസ് എന്ന് പറയുന്ന ഒരു ലീഡുണ്ട്. അപ്പോൾ ഈ ഒരു ലീഡിനെ നമ്മൾ എന്ത് ചെയ്യും? നിരന്തരമായിട്ടുള്ള ഇമെയിലുകളിലൂടെയും ഫോൺ കോളുകളിലൂടെയും ഒക്കെ നമ്മൾ കൺവിൻസ് ചെയ്ത് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ അവരുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിന് നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസിലേക്ക് ഇഷ്ടപ്പെട്ട് അദ്ദേഹം നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇദ്ദേഹത്തെ നമ്മൾ ഇനി മുതൽ ലീഡായിട്ട് കൺസിഡർ ചെയ്യില്ല. അദ്ദേഹമാണ് ഇനി മുതൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, ദ റിയൽ ബിസിനസ് നടക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റി. അതായത് ലീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ നമ്മളുമായി റിയൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസിലാണ് നമ്മുടെ പണം കൈകാര്യം ചെയ്യുന്നത്, നമുക്ക് റവന്യൂ ഉണ്ടാവുന്നത്, നമ്മുടെ ബിസിനസ്സിലൂടെയുള്ള റവന്യൂവും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റീസിനകത്താണ്. അപ്പോൾ ഇവിടുത്തെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ലീഡ് എന്ന് പറയുന്ന ഈ ടോം ജെയിംസ് എന്ന് പറയുന്ന അദ്ദേഹവുമായി നമ്മൾ കോളുകൾ ചെയ്തു. ഈ പറയുന്ന പോലെ വെബിനാറിൽ അദ്ദേഹം പങ്കെടുത്തു, അദ്ദേഹം നമ്മുടെ പ്രോഡക്റ്റ് കണ്ടു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം അതിൽ ഫൈനലി കൺവിൻസ്ഡ് ആയിട്ട് നമ്മളോട് പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ഞാൻ വാങ്ങിച്ചോളാം എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഇനി മുതൽ ലീഡായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഇനി മുതൽ അദ്ദേഹം നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലീഡിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ബട്ടൺ ഉണ്ട്, കണ്ടോ? ഇത് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഇവിടെ നമുക്ക് കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കൺവേർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലീഡിനെ ഒരു അക്കൗണ്ട് ആയിട്ടും ഒരു കോണ്ടാക്റ്റ് ആയിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇത്രയും നേരം അദ്ദേഹം വെറും ലീഡായിരുന്നു, അതായത് നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മളുമായി ബിസിനസ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് നമുക്ക് വേണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് വേണം. അതുപോലെ അദ്ദേഹത്തെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇനി കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് പുതിയൊരു
അക്കൗണ്ടായിട്ട് അദ്ദേഹത്തെ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുതിയൊരു അക്കൗണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോൺടാക്ട്സ് നമുക്ക് പുതിയൊരു പേരിൽ ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ടോം ജെയിംസ്, അദ്ദേഹത്തിന്റെ പേര് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതല്ല, നമുക്ക് ഇതിന്റെ കൂടെ എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അദ്ദേഹത്തിന് മിസ്റ്റർ ടോം ജെയിംസ്. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും പേര് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും പേരിൽ നമുക്ക് ഈ ഒരു കോൺടാക്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, നമ്മുടെ ഓർഗിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യിക്കാനും സാധിക്കും. കേട്ടില്ലേ? അതുപോലെ നമുക്ക് അദ്ദേഹത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. സപ്പോസ് മേ ബി അദ്ദേഹം നമ്മളുമായി ബിസിനസ് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ അദ്ദേഹം പറയുകയാണ് എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല, മേ ബി അടുത്ത വർഷം നമ്മൾ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങാം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം അതായത് അപ്പോൾ തന്നെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അതിനൊരു സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ലീഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലീഡ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്, ഡോൺ ക്രിയേറ്റ് എൻ ഓപ്പർച്യൂണിറ്റി അപ്പോൺ കൺവേർഷൻ എന്ന് പറയുന്ന ഈ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യാം. അതായത് താൽക്കാലികമായിട്ട് ഇപ്പോൾ അദ്ദേഹം ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, പകരം അദ്ദേഹത്തെ ഇപ്പോൾ കോണ്ടാക്റ്റ് ആയും അഥവാ അക്കൗണ്ട് ആയിട്ടും ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകാം. ഓപ്പർച്യൂണിറ്റീസ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് നമ്മളുമായിട്ട് റിയൽ ടൈം ബിസിനസ് ചെയ്യുന്ന ടീമാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഒരാളെ ക്യാമ്പയിൻ വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു, അദ്ദേഹം നമ്മളിലേക്ക് അട്രാക്ട് ആകുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ലീഡായി കൺവേർട്ട് ചെയ്തു, അതിനുശേഷം അദ്ദേഹം നമ്മളുമായി ബിസിനസ്സിലേക്ക് ഏർപ്പെടുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി റെക്കോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ ഒരു ഹൈലൈറ്റഡ് പാനൽ കാണാം. അതിന്റെ തൊട്ട് താഴെ നമുക്കൊരു പാത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം നമ്മളുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് അദ്ദേഹം ബിസിനസ്സിൽ ഏർപ്പെടണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി അദ്ദേഹം ഒരു വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ എന്തും സംഭവിക്കാം, റൈറ്റ്? അപ്പൊ ഈ ഒരു കാലയളവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഇതുപോലെ പല പല പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് അദ്ദേഹം ഒന്നെങ്കിൽ ഓപ്പർച്യൂണിറ്റി വോൺ ചെയ്യാം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലോസ് ആയി പോവാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളൊരു കാറ് വാങ്ങാൻ പോകുന്നു. ഇപ്പം നമ്മൾ കാറ് വാങ്ങാൻ റെഡിയാണ് എന്ന് നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയോട് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കാറ് വാങ്ങാൻ പോകുന്നു. അപ്പം ഞാൻ ടാറ്റയിൽ ചെന്നു, അവരോട് പറയുന്നു ഓക്കെ ഞാൻ നിങ്ങളുടെ കാർ വാങ്ങാൻ റെഡിയാണ്. അപ്പം ഞാൻ എന്തായി, അവരുടെ ഓപ്പർച്യൂണിറ്റിയായി മാറി. പക്ഷെ എന്ന് വിചാരിച്ച് ഞാൻ ആ കാർ വാങ്ങണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല, ഞാൻ വാങ്ങാൻ റെഡിയായെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളോട് അതിൻ്റെ ഓഫർ പ്രൈസുകൾ പറയും, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ വാറണ്ടി ഡീറ്റെയിൽസുകൾ സംസാരിക്കും, അതുപോലെ നമുക്ക് ബാങ്കിങ്ങിനെ കുറിച്ച് സംസാരിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് അവസാനം ഒന്നെങ്കിൽ നമ്മൾ ഓക്കെ നമുക്ക് ഈ വാഹനം വാങ്ങിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. അപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം നമ്മുടെ വണ്ടി വാങ്ങിക്കുന്നു. അതല്ല എങ്കിൽ എന്ത് സംഭവിക്കാം, നമ്മൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം മേ ബി അദ്ദേഹം പറയും ഓക്കെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് പോയേക്കാം. ഓക്കെ, സോ ഇതിനെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നത്. ഇതിനപ്പുറം നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റുകളുണ്ട്, എല്ലാത്തിനെയും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകെ പറയാം. മറ്റ് ഒബ്ജക്ട്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജോബ്, ഇപ്പം ഒരു കസ്റ്റമറെ വിളിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് അല്ലേ. അപ്പം അദ്ദേഹത്തെ വിളിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ മറന്നു പോയേക്കാം. അപ്പം നമ്മളത് മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഡേറ്റ്, ടൈം, എപ്പോൾ വിളിക്കണം, ആരെ വിളിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ടാസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഉപയോഗം. അതുപോലെ ഫയൽസ് ഉണ്ട്. അത് സെയിൽഫോഴ്സ് ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആണ് ഫയൽ എന്ന് പറയുന്നത്. നമുക്ക് ഡാഷ്ബോർഡ്സ്, റിപ്പോർട്ട്സ് ആൻഡ് ഡാഷ്ബോർഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ സെയിൽഫോഴ്സിനകത്തുള്ള നമ്മൾ ഡെയിലി നടത്തുന്ന കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് നമുക്ക് എടുക്കണമല്ലോ, റിപ്പോർട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട്സിന്റെ ബേസിസിൽ നമുക്ക് ഡാഷ്ബോർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ റിപ്പോർട്ട്സിന് തന്നെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഗ്രാഫുകളും ചാർട്ടുകളും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ റിപ്പോർട്ട്സിനെ മാറ്റാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കേസസ് ഉണ്ട്. അതായത് കേസസ് മോസ്റ്റ്ലി ഒരു സപ്പോർട്ടിങ് ഒബ്ജക്റ്റ് ആണ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞു, അതിനുശേഷം അവർക്ക് നമ്മൾ സർവീസസ് കൊടുക്കണം അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളോട് തിരിച്ച് പറയാം. നമ്മുടെ കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടിക്കറ്റിംഗ് മെത്തേഡാണ് ശരിക്കും കേസസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ സെയിൽഫോഴ്സിൽ മെയിൻലി യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും. ഇനി ബാക്കിയുള്ള ഒബ്ജക്ട്സുകളെ കുറിച്ചും അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.